ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും മുത്തശ്ശിയും കൂടെ റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാരമില്ല മുത്തശ്ശി, അലീനയുടെ മുന്നിൽ വെച്ച് വൈജയെ വഴക്ക് പറയാം മുത്തശ്ശി. അപ്പോൾ സാരമില്ല മുത്തശ്ശി എന്ന് അലീന പറയുമ്പോൾ, എന്ത് സാരമില്ലെന്ന്, ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം മൊത്തം ഇപ്പോൾ നിനക്കും ബാലചന്ദ്രനും ഒക്കെ ആയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ നിനക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേന്ന് മുത്തശ്ശി ചോദിക്കുന്നത് കേട്ടപ്പോൾ, മുത്തശ്ശി എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് മുത്തശ്ശിയെ നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും മേഡം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഇരുന്നതായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ എന്നെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും മേഡം കാണിക്കുന്നതെന്ന് മുത്തശ്ശിയോട് അലീന പറയുക. അപ്പോൾ ദൈവം നിൻ്റെ കൂടി അടി കൊച്ചേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും സംഭവിക്കുന്നതെന്ന് മുത്തശ്ശി എന്ന് പറയുകയാണ്. നീ അവൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ പണ്ടേ കാര്യമാക്കാറില്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും തൽക്കാലത്തേക്ക് പറ്റില്ലല്ലോ, മുത്തശ്ശിക്ക് ഞാൻ ചൂട് വെച്ചുതരാം, ആവി പിടിച്ചുതരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിട്ടോ, അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയായതെന്നും പറഞ്ഞ് മുത്തശ്ശി അന്നേരം അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ അലീന ഇങ്ങനെ അവിടെ റൂമിലിരിക്കുന്നു. ഈ നേരത്ത് ഈ വൈജയന്തിയുടെ മോൻ ഹരിയെ ഫോൺ വിളിക്കുക. അപ്പോൾ രണ്ടുപേരും കൂടി വിളിച്ച് വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അലീനയുടെ കാര്യങ്ങൾ ഹരി എടുത്തിട്ടു. അലീനയുടെ കാര്യം ചോദിച്ചപ്പോൾ അവൾ ഇനിയിപ്പോൾ ഉടനെയൊന്നും പോകുമെന്ന് തോന്നുന്നില്ല, അമ്മ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഉടനെയൊന്നും അവൾക്കിനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുക. അതെന്താണ് അങ്ങനെ? മുത്തശ്ശിക്ക് വീണ്ടും സുഖമില്ലാതായി, മുത്തശ്ശിക്ക് ഇനിയിപ്പോൾ ഒട്ടും ഏൽക്കാനോ നടക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ എന്തായാലും അവളെ ഇവിടെ നിർത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ഇനിയും അലീനയുടെ കാര്യത്തിൽ സമയമുണ്ടല്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ, പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് വൈജയുടെ മോൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഹരിക്ക് ഭയങ്കര ത്രില്ല്. ഹരി എന്നിട്ട് ഓരോന്ന് അനാവശ്യങ്ങളെല്ലാം ഈ ചെറുക്കൻ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. നീ ധൈര്യമായിട്ടിരിക്കുക, അലീനയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം, ഇനി അവൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത് തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടി അലീനയ്ക്കെതിരായിട്ടൊരു പടയൊരുക്കം തന്നെ അവിടെ നടത്തുവാണ്. ഈ നേരത്തെ അലീനയാണെങ്കിൽ ഓടി നടന്ന വീട്ടിലെ പണികളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അലീനയാണെങ്കിൽ അവർക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു, രാവിലെ ആയി ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു, പിള്ളേരെ എല്ലാവരെയും സ്കൂളിലൊക്കെ വിട്ടു. അതിന് ശേഷമാണെങ്കിൽ തൻ്റെ ജോലികളുമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ബാലചന്ദ്രൻ വന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ബാലചന്ദ്രന് ചായ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി വന്നു, വൈജയന്തിക്ക് ചായ കൊടുത്തു. അങ്ങനെ വൈജയന്തി വന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, നീ ഇന്നലെ എന്തൊക്കെയോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ പറയാം. പ്രഖ്യാപനങ്ങളോ? ഞാനെന്ത് പ്രഖ്യാപനം നടത്താൻ? അല്ല, അലീന ഇന്ന് മുതൽ ഈ വീട്ടിൽ കാണില്ലെന്നോ, അലീനയെ ഇന്ന് ഇവിടെ നിന്ന് പറപ്പിക്കുമെന്നോ പറഞ്ഞു വിടുമെന്നോ അങ്ങനെ എന്തൊക്കെയോ നീ പറയുന്നത് കേട്ടായിരുന്നു. നിന്റെ തീരുമാനങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു. അലീന പോയോ എന്ന് ചോദിക്കുമ്പോൾ, അവൾ പോയില്ല, അവൾ അടുക്കളയിലുണ്ട്. അവൾ പോയില്ലെന്ന് ബാലചന്ദ്രൻ അറിയാമല്ലോ, പിന്നെ അതറിഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നിന്റെ തീരുമാനങ്ങൾക്ക് വല്ലതും വന്നോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞു. എന്താ അവളെ പറഞ്ഞു വിടുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് തൽക്കാലം ഞാൻ എന്തായാലും ആരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് വൈജയന്തി അന്നേരം ബാലചന്ദ്രനോട് പറയുക. ഓ, ഇനിയിപ്പോൾ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളില്ലല്ലോ അല്ലേ, അമ്മ ഈ പരുവത്തിലാക്കിയത് നീയാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്മ ഏതു പരുവത്തിലാക്കിയെന്നാ എന്താ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ വൈജയന്തി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത്? പിന്നെ നീ എപ്പോഴും ആ കൊച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. അവൾ എന്ത് ചെയ്താലും നിനക്കത് കുറ്റമാണ്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അവനവൻ്റെ സ്വഭാവം മറ്റൊരാൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് ചിലരുടെ ഒരു സ്വഭാവമാണ്. അവനവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരും ചെയ്യുന്നത് എന്ന് ചുമ്മാ അങ്ങ് ചിന്തിച്ച് ചുമ്മാ അങ്ങ് വഴക്കുണ്ടാക്കുന്ന സ്വഭാവം. അങ്ങനെയുള്ളവർക്ക് ഒന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല, അവരവരുടെ പാതയിലൂടെ തന്നെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇതൊക്കെ കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ബാലചന്ദ്രൻ ഈ പറയുന്നതൊക്കെ എന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, നിന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, പിന്നെ നിനക്കിനി അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ ആളല്ല, കാരണം നിന്റെ പ്രവർത്തികൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ആളാണെന്ന് ബാലചന്ദ്രന് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയല്ല. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഞാനത് പറയും. അതിനെനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ആരെന്തു പറഞ്ഞാലും ഞാൻ ഉള്ളതുപോലെ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഇറക്കുമ്പോൾ, വൈജയന്തി നീ എൻ്റെ മുന്നിലിരുന്ന് നിന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല, കാരണം നിന്നെ എനിക്കറിയാം. നീ ജനിച്ച് വീണ അന്ന് മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ, നീ എന്താണെന്നും ഏതാണെന്നും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ നിന്നെപ്പറ്റി ഞാൻ അറിയാതെ അല്ലെങ്കിൽ നീ എന്താണ്
എന്ന് നിന്നെ കാണാതെ ഇരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്, നീ ആഗ്രയിൽ പോയി താമസിച്ച 3 വർഷം ഉണ്ടല്ലോ, ആ 3 വർഷം മാത്രമേ ഞാൻ നിന്നെ കാണാതിരുന്നിട്ടുള്ളൂ, നിന്നെ അറിയാതിരുന്നിട്ടുള്ളൂ. അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും ഒരിക്കലും രണ്ടായി നിന്നിട്ടില്ല എന്നും ഒക്കെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് വൈജയന്തിയുടെ ഉള്ള ഗ്യാസ് പോയി. പുള്ളിക്കാരി ശരിക്കും പേടിച്ചു. അല്ല ബാലചന്ദ്രൻ എന്താ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല എന്താ, നീ ആഗ്രയിൽ പോയി താമസിച്ച കാര്യം, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും നിനക്ക് മാത്രമേ അറിയുള്ളൂ, അതെനിക്കറിയില്ല. പക്ഷേ അതിനപ്പുറം നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തി ഒന്ന് ഞെട്ടി. അപ്പോൾ അവിടെ പോയി ഒരാളുമായി പ്രണയത്തിലായതും ചതി പറ്റിയതും പ്രസവിച്ചതും കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു കൊണ്ടേ കളഞ്ഞു, ഇതൊന്നും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഉള്ളിക്കിടന്നിങ്ങനെ തികട്ടി വരുവാണ് വൈജയന്തിക്ക്. ദൈവം ഇതെല്ലാം ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ പേടിച്ചു വിറച്ച് ആഗ്രയിലെ കഥ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വൈജയന്തി. പിന്നെ വൈജയന്തി കൂടുതൽ തർക്കിക്കാനൊന്നും പോയില്ല. അപ്പോഴത്തേക്കും പകുതി ഗ്യാസ് പോയത് കാരണം പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കുക. പിന്നെ ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ആരെയും പേടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സമയമില്ല, എനിക്ക് പോകാൻ നേരമായി, അവിടെ ഓഡിറ്റിംഗ് ഉണ്ട് ഇവിടെ ഓഡിറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടുന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറി അങ്ങ് പോവുകയാണ്. പാവം ബാലചന്ദ്രൻ്റെ വകയ്ക്ക് കഥകളൊന്നും അറിയില്ലല്ലോ. അദ്ദേഹം അവിടെ ഇരുന്ന് ചായയും കുടിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകാനൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ജോലിക്കൊക്കെ പോയി. പിന്നെ അതേ വൈജയന്തി വന്ന് അമ്മയോട് എങ്ങനെയുണ്ട് അമ്മയെന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്കാണെങ്കിൽ വൈജയോട് ഇപ്പോൾ ഭയങ്കര കലിപ്പാണ്. മര്യാദ കയറ്റിയിരിക്കാനായതായിരുന്നു അമ്മ ആ പരുവത്തിലാക്കിയത് കൊണ്ട് ഭയങ്കര ദേഷ്യവും കലിയും ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ കിടക്കുക. വൈജയന്തിയോട് വഴക്കുണ്ടാക്കി. അപ്പോൾ വൈജയന്തി വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. കുറേ അലീന ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്ത് വന്നാലും അലീനയുടെ മെക്കിട്ട് കയറുന്നതിന് വൈജയന്തിക്ക് യാതൊരു മടിയില്ല, തടസ്സവും ഇല്ല. വൈജയന്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പിന്നെ മുത്തശ്ശിക്ക് മരുന്നൊക്കെ കൊടുത്തു, ഫുഡൊക്കെ കൊടുത്തു, കാര്യങ്ങളെല്ലാം ചെയ്തു, അടുക്കളയിലേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോൾ ആ ശബ്ദം കേട്ട് അലീന ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മനു ആണേ. അപ്പോൾ മനുവിനെ കണ്ടപ്പം മനുവേട്ടാ ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വേണോ അലീനെ, ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. മനുവേട്ട അകത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു. രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മുത്തശ്ശി എന്നും പറഞ്ഞ് ചെന്നു. നീ ഇത് എവിടെയായിരുന്നടി ഒച്ചേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം നോക്കിയേ മുത്തശ്ശിയെ കാണാൻ ആരാ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് അലീനെ കാട്ടിക്കൊടുക്കും. അപ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ചു മനു അടുത്തേക്ക് വന്നു. മോനെ മനു, നീ എപ്പോഴാടാ വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു. അപ്പം ഞാൻ വന്ന വഴിയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇപ്പോൾ മുത്തശ്ശിയെ കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, കാരണം ഞാൻ എറണാകുളത്തല്ലേ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുക. നീ വന്നത് ഏതായാലും നന്നായടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്താ മുത്തശ്ശി പറ്റിയേ? ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടിട്ട് പോയതല്ലേ, എന്താ അലീനെ നീ എൻ്റെ മുത്തശ്ശിയെ നന്നായിട്ട് നോക്കുന്നില്ലേന്ന് ചോദിക്കുമ്പം അയ്യോ മനുവേട്ടാ നീ എന്തിനാ ആ കൊച്ചിനെ വഴക്ക പറയുന്നേ, അവളുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടടാ, ഇത് നിൻ്റെ ചിറ്റ വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞു, നിൻ്റെ ആൻറ്റിയുടെ പണിയായതെന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയതും അതിനുശേഷം മനുവിൻ്റെ വീട്ടിൽ പോയതും അവിടെ നിന്ന് വന്നതും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീൽ ചെയറിൽ കയറ്റി ഇരുത്താൻ വേണ്ടി അലീന പിടിക്കാൻ ചെന്നപ്പോൾ അലീന തുടരുതെന്നും പറഞ്ഞ് അലീനയെ മാറ്റി നിർത്തിയതും അങ്ങനെ അമ്മയെ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയപ്പോൾ പറ്റിയ കാര്യവും ഇതെല്ലാം മുത്തശ്ശി മനുവിനോട് പറഞ്ഞു. ഇതിനകത്ത് അലീനയെ കുറ്റം പറയേണ്ട കാര്യമില്ല, കൊച്ചുള്ളത് കൊണ്ടാടാ ഞാനിപ്പോൾ ഇങ്ങനെയെങ്കിലും ഇവിടെ കിടക്കുന്നത് എന്ന് മുത്തശ്ശി പറയാം. എന്നിട്ടും ഇതിനെ കുറ്റം പറയുന്നതിന് ഒരു കുറവും വൈജ കാണിക്കുന്നില്ല. എപ്പോഴും ഇതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനോട് എന്തൊക്കെ ക്രൂരതകളാണ് അവൾ ചെയ്യുന്നതെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് സങ്കടം വരുന്നില്ലേന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നില്ലേന്ന് ചോദിച്ചു. അന്നേരം ആരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയാത്ത വിധം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനുവേട്ടാ. പിന്നെ അവൾ ഈ വീട്ടിൽ കിടന്നുണ്ടാക്കുന്ന വഴക്കിനെ പറ്റിയൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാം. നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് ചോറ് വാങ്ങിച്ചു കൊടുത്തത്, അതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ ഭൂകമ്പങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി മനുവിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മനുവിന് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് വന്നത്. ഇത്രയ്ക്കൊക്കെ അലീന എങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശി ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പം അലീന പറഞ്ഞു, എനിക്ക് മേഡത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ, മേഡം ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും കാര്യമാക്കാറില്ല എന്ന് പറഞ്ഞു. മേഡം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനിരിക്കുകയായിരുന്നു, അതിൻ്റെ തലേദിവസം രാത്രിയാണ് മുത്തശ്ശിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അലീനയ്ക്കതൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മനുവേട്ടാ, എനിക്ക് മുത്തശ്ശിയെ നോക്കാൻ കുറച്ച് നാളും കൂടി നിൽക്കേണ്ടി വരും, അതിലെനിക്ക് യാതൊരു വിഷമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പറയുക. അപ്പോൾ അലീന അതെല്ലാം പറയുന്നത് കേട്ടപ്പം
നമ്മുടെ മനു ആണെങ്കിൽ അലീനയെ പറ്റി ആലോചിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുവാണ്. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ച്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഇത് നമ്മുടെ അലീനയ്ക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ മുത്തശ്ശിയും മനുവും അലീനയും കൂടെ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശി അലീനയോട് മനുവിന് ചായ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചായ എടുക്കാൻ മനുവേട്ടാന്നും പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് മനുവും മുത്തശ്ശിയായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അലീനയെ പറ്റിയാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു, ഓ ആ കൊച്ചിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഇതൊന്നും കേട്ടുകൊണ്ട് കിടക്കൂല്ലടാ മോനെ, അതുപോലെയാടാ വൈജ അതിനെ ദ്രോഹിക്കുന്നേ, അതിനെ വേദനിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്തിനാ ആ കൊച്ചിങ്ങനെ ഇവിടെ കടിച്ചു പിടിച്ച് കിടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഇതെല്ലാം സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അലീന ചായ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും മനു ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് മനുവേട്ടാ ചായ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ മനു അവിടെ ഇരുന്നു. മനു അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ അലീന ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുക. അപ്പോൾ അലീനയോടും മനു ചോദിച്ചു, താൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ, തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇല്ല മനുവേട്ടാ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. മേഡം അല്ലേ ഒരു ഇച്ചിരി ഇതായിട്ട് സംസാരിക്കുന്നുള്ളൂ. ബാലചന്ദ്രൻ സാറിന് എന്നോട് നല്ല സ്നേഹം, അങ്ങനെയൊക്കെ അലീന പറയാം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ തന്നോട് പറയട്ടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് മനു പറഞ്ഞു. മനുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മനുവേട്ടനോട് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ, എൻ്റെ കെയർ ടേക്കറല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞു. പിന്നെ രേവതിക്കുട്ടിയുടെ കാര്യവും അങ്ങനെയൊക്കെ ചോദിച്ചു. അതിനുശേഷം അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റ്, അത് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച കാര്യങ്ങൾ, വൈജയന്തി വളരെ മോശമായി സംസാരിച്ച കാര്യങ്ങൾ എല്ലാം അലീന ഇങ്ങനെ മനുവിനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ മനുവിനും ആകെ ഒരു ബുദ്ധിമുട്ട്. ഇതെല്ലാം കേട്ടപ്പോൾ മനു പറഞ്ഞു, അതെ ഇവിടെ ഇങ്ങനെ അടുക്കളപ്പണി തന്നെ ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി അലീനയുടെ ഭാവി നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അലീന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അലീനയ്ക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല കഴിവുള്ള കൂട്ടത്തിലുള്ള ആളാണെന്ന് പറഞ്ഞു. മനുവേട്ടൻ എന്തേ പറയുന്നത്? പഠിക്കാനോ? എന്നെ ആര് പഠിപ്പിക്കാനോ? പിന്നെ സ്നേഹനികേതനത്തിലായിരുന്നെങ്കിൽ ഈ തമിച്ച് ബ്രിജിറ്റാമ്മ ഉറപ്പായിട്ടും എന്നെ പഠിക്കാൻ അയച്ചേനെ. പക്ഷേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലീന നിൽക്കുമ്പം, അതെ എന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് അലീന പഠിക്കണം, പഠിക്കാതിരിക്കരുത്. പിന്നെ പഠിത്തത്തിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഓർത്ത് അലീന ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അതിനൊക്കെയുള്ള വഴി നമുക്കുണ്ടാക്കാം. അലീന അതോർത്ത് ക്ലാസ്സിന് പോകാതെയോ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാതെയോ ഒന്നും ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ അന്താളിപ്പോട് കൂടി നോക്കുവാണ്. അപ്പോൾ അലീനയ്ക്ക് രക്ഷകനായി വന്ന ഒരാൾ, അപ്പോൾ വൈജയന്തി പോലും ചിന്തിച്ചില്ല, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മനു ആ ഒരു വലിയൊരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു സമ്മാനം നമ്മുടെ അലീനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്തായാലും അലീന അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ മനുവേട്ടനെങ്കിലും തോന്നിയല്ലോ തൻ്റെ ഭാവിയെപ്പറ്റി ആലോചിച്ച് നാളെയാണെങ്കിലും അലീനയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. എന്നും ഓരോരുത്തരുടെ അടുക്കളയിൽ ഇങ്ങനെ നിന്നാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ മനു. അങ്ങനെ അലീനയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അടിയും തല്ലും വഴക്കൊക്കെ കൊള്ളുന്നത് ഒന്ന് അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് മനു തീരുമാനിക്കുക. കാരണം ഇത്രയും നല്ല മനസ്സിനുടമയായ ഒരു പെൺകുട്ടി ഒരിക്കലും മറ്റൊരു വീട്ടിൽ കിടന്ന് കഷ്ടത അനുഭവിക്കരുതെന്ന് മനുവിന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ മനുവിൻ്റെ ഉള്ളിൽ എവിടെയോ അലീനയോട് ഒരു ചെറിയ സ്നേഹം ഉണ്ടെന്നും കൂട്ടിക്കോ. അപ്പം അങ്ങനെ അലീനയെ മറ്റൊരു ആളാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ മനു തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങുന്നു. എന്തായാലും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഭൂകമ്പം, ഇടിവെട്ടും പേമാരിയും ഒക്കെ വൈജയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. ഇനിയും ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ എപ്പിസോഡുകളും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.